കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദി, ആ തീവ്ര നദിയുടെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് കാണുന്നത്. നമ്മളിപ്പോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ എതിർക്കരയിലാണ് നിൽക്കുന്നത്. നേരെ എതിർവശത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള നാട്യ ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, തൃപ്രയാർ പുഴ. ഈ പുഴയിലാണ് ഈ പുഴയിൽ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോഴത്തെ മീനുട്ട് നടത്തുന്നതൊക്കെ കാണാൻ സാധിക്കും. ഈ പുഴയിലേക്ക് പടവുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ. ആ പടവിലേക്ക് ഇറങ്ങിയായിട്ടാണ് ഇവിടുത്തെ പ്രധാനമായ വഴിപാട് മീനുട്ട്. ആ മീനുട്ട് നടത്തുന്നത് ഈ പുഴയിലാണ് കണ്ടത്. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ളൊരു വഴിപാടാണ് ഈ മീനൂട്ട്. അപ്പോൾ അതിനു വേണ്ടി മാത്രം, ആ വഴിപാട് നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ അമ്പലത്തിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഈ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മീനൂട്ടിലേക്കൊന്ന് പോവാം. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റ് മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരായുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയെ ഏറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ്. നാല് ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ നാലിടത്തും ദശരഥപുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു. ഈ 4 ക്ഷേത്രങ്ങൾ കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്ത നടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികർ 3 ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു. ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണീ ദേവിക്കും സത്യഭാമാദേവിക്കുമൊപ്പം ഭഗവാൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പതിവായിരുന്നു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലടിച്ചുപോയി. ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ ഈ 5 ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമായിരുന്നു. അവയിൽ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ തന്നെ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ചു. ഇവിടമാണ് പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായത്. എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ പിന്നീട് ഒരുപാട് കാലത്തോളം കടലിനടിയിൽ തന്നെ കിടന്നു. ഒരിക്കൽ കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി. അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കായി കൈമളയെ ഏൽപ്പിച്ചു. ഒരു ജ്യോത്സ്യം കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവ ദ്വാപരായുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജകൾ ഏറ്റുവാങ്ങിയ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി. ഈ 4 വിഗ്രഹങ്ങളും പ്രതിഷ്ഠിക്കാനായി അദ്ദേഹം മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് 4 പ്രാവുകളെ സൃഷ്ടിക്കുകയും ഈ പ്രാവുകൾ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്ഷേത്രം പണിയാനും തീരുമാനിച്ചു. അങ്ങനെ ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നും ഉയർന്ന പ്രാവ് തൃപ്രയാർ പുഴയുടെ തീരത്തും, ഭരത വിഗ്രഹത്തിൽ നിന്നും ഉയർന്ന പ്രാവ് കുലീബിനി തീർത്ഥക്കരയിലെ കൂടൽമാണിക്യത്തിലും, ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്നും ഉയർന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്നും ഉയർന്ന പ്രാവ് കൂടൽമാണിക്യത്തിനടുത്തുള്ള പായമേലിലും ചെന്നിരുന്നു. അങ്ങനെ ഈ വിഗ്രഹങ്ങളിൽ നിന്നുയർന്ന ആ 4 പ്രാവുകളും 4 സ്ഥലങ്ങളിൽ ചെന്നിരുന്നു. ഈ 4 സ്ഥലങ്ങളിലും 4 ക്ഷേത്രങ്ങൾ പണിതു, അവിടെ പ്രതിഷ്ഠയും നടത്തി. ഈ ക്ഷേത്രങ്ങളാണ് ഇന്ന് നാം കർക്കിടക മാസത്തിൽ തൊഴുന്ന നാലമ്പലം. നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളാണ്.
മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമെങ്കിലും ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സമ്പത്തിൻ്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശങ്ങളിലും കാണാൻ സാധിക്കും. ഇവിടുത്തെ ശ്രീകോവിൽ, ആ ശ്രീകോവിലിനൊരു പ്രത്യേകതയുണ്ട്. വൃത്താകൃതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിൽ കാണപ്പെടുന്നത്. ഏതൊരു ക്ഷേത്രത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ശ്രീകോവിലാണ് ഇവിടെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ കിഴക്കേ നടയിൽ കാണുന്ന ബലിക്കല്ല് വളരെ ഉയരമുള്ളൊരു ബലിക്കല്ലാണ് അത്. ഈ ബലിക്കല്ല് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അകത്തെ പ്രതിഷ്ഠയൊന്നും പുറത്തു നിന്നാൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നും ഉയർന്ന പ്രാവ് വന്നിരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാന്റെ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. മത്സ്യം പിറവിയെടുത്തത് തീവ്രനദിയിൽ നിന്നാണെന്നൊരു വിശ്വാസമുണ്ട്. ഭക്തരുടെ അന്നം സ്വീകരിക്കുവാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിനെ ഊട്ടുന്നു എന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിന് മുന്നിലുള്ള തീവ്രനദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളാണ് അമ്പും വില്ലും സമർപ്പണവും വെടിവഴിപാടും. രാമബാണം അത് ലക്ഷ്യവേദിയാണ്. ലക്ഷ്യത്തിലെത്താതെ അത് തിരിച്ചു വരില്ല. ലക്ഷ്യം സഫലീകരിക്കുന്നതിനുള്ളൊരു വഴിപാടാണ് അമ്പും വില്ലും സമർപ്പണം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഈ നദി ദക്ഷിണ സരയൂ എന്ന പേര് കൂടി അറിയപ്പെടുന്നുണ്ട്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രനദി. ഈ നദി ഇന്ന് കനോലിക്കനാലിൻ്റെ ഭാഗമാണ്. ശ്രീരാമക്ഷേത്രം ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് തീവ്രനദിക്ക് ദക്ഷിണ സരയൂ എന്ന പേര് കൂടി കിട്ടിയത്. തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ടോ. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാട്ടോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.